അപ്പോൾ തട്ടിമാറ്റി പോലെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്കൊരു ആദ്യം ഒരു വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ആവശ്യമില്ലല്ലോ മോനെ, ഈ വിഷു ഗ്യാങ് ഉണ്ടായോ? ഇതിന്റെ കാര്യം 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് 2 പടമാണ്, തട്ടത്തിന്മറയത്ത്. നമ്മളാണ് 2 നല്ല പടം, ഗംഭീര പടം നമ്മൾ നോക്കി. ചരിത്രം ആവർത്തിക്കും. ഇതാരാന്ന് എനിക്ക് മനസ്സിലായോ? ഇതെന്താ മുതലെന്ന് തനിക്ക് വല്ല പിടിയുണ്ടോ? ആവേശത്തിനൊപ്പം തന്നെ ഇറങ്ങിയൊരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഞാൻ പറയണ്ടായി നമ്മുടെ വിഷു വർഷങ്ങൾക്ക് ശേഷം തൂക്കി എന്നുള്ളത്. പ്രേക്ഷകരാ തീരുമാനിക്കേണ്ട, ആരാ നോക്കേണ്ട? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവര് വേണമെങ്കിൽ മത്സരവിഭാഗത്തിൽ എടുത്തോട്ടെ. നമ്മളൊരു മത്സരമായിട്ട് കാണുന്നില്ല. അതാണ് നമ്മളൊരു മത്സരത്തിലാണ്. ിൽ രോമാഞ്ചം എന്ന സിനിമയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിനു ശേഷം അതിൻ്റെ സംവിധായകൻ ഫഹദ് ഫാസിലുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൽ വന്ന സിനിമയാണ് ആവേശം. അപ്പോൾ ആവേശം എന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഒരു മിക്സഡ് അഭിപ്രായം മാത്രമാണ് വന്നിട്ടുള്ളൂ. അതായത് സെക്കൻഡ് ഹാഫ് ചെറുതായിട്ട് ലാഗ് ഉണ്ട്, അങ്ങനെ ചില അഭിപ്രായങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമ ഒരു നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി എന്ന നിലയ്ക്ക് ആ ഒരു സിനിമ ഒരു നല്ലൊരു അഭിപ്രായം വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആവേശം എന്ന സിനിമയെക്കാട്ടിലും മികച്ചത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ഓപ്പണായിട്ട് വളരെ കോമഡി കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആവേശം എന്ന സിനിമ സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ട് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തന്നെയാണ് ഈ ഒരു വിഷു സീസണിൽ ഇറങ്ങിയ സിനിമകളിൽ വിന്നർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആരും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, ഇപ്പോൾ ആവേശം എന്ന സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നിലവിൽ ആവേശം എന്ന സിനിമ നേടിക്കഴിഞ്ഞു. അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കാട്ടിലും കൂടുതൽ മികച്ച അഭിപ്രായം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കളക്ഷൻ ആവേശം എന്ന സിനിമ നേടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവേശം മൂവിയുടെ ഡയറക്ടർ പറഞ്ഞൊരു ട്രോളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെക്കൻഡ് ഹാഫ് ലാഗുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് മൂവിയാണ് ഞങ്ങളുടെ ആവേശം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ധ്യാൻ ശ്രീനിവാസിന് ചെറുതായിട്ട് നോക്കി വിട്ടതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കാട്ടും കൂടുതൽ മികച്ച സിനിമ ആവേശം തന്നെയാണ് ഈ ഒരു വിഷു സീസണിൽ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് നോക്കുന്ന സമയത്ത്. ഓക്കെ, മമ്മൂക്കയുടെ വരാൻ പോകുന്ന ടർബോ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ജൂൺ 13 വേൾഡ് വൈഡ് റിലീസാകാൻ പോകുന്നു ടർബോ എന്ന മൂവി. അതായത് ഓസ്ട്രേലിയ, USA, UAE എന്നീ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ ലിസ്റ്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു സിനിമ തന്നെയാണ് ടർബോ എന്ന സിനിമ. ഏകദേശം 3000 തിയേറ്റർ ലിസ്റ്റാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതൊരു ആക്ഷൻ മാസ് മസാല സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ BGM വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ടർബോ എന്ന സിനിമയുടെ ഇതിനു മുമ്പുള്ള BGM എന്തുകൊണ്ടോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വൈശാഖ് എന്ന സംവിധായകന് കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഭ്രമയുഗം എന്ന സിനിമയുടെ BGM കൈകാര്യം ചെയ്ത ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ വ്യക്തിക്ക് ഈ ഒരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ BGM ഈ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. പിന്നെ ടർബോ എന്ന സിനിമയെക്കുറിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം ഈ സിനിമയുടെ ഫൈറ്റാണ്. അതായത് വൈശാഖ് എന്ന ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു സിനിമയുടെ ഫൈറ്റിന് വേണ്ടിയിട്ട് മമ്മൂക്കയെ ഒരുപാട് കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 75ഓളം പരിക്കുകളാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിൽ ഫൈറ്റിന് വേണ്ടിയിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമാർന്ന ഫൈറ്റ് കാര്യങ്ങൾ മമ്മൂക്കയുടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് ടർബോ. അതേപോലെ തന്നെ ഏകദേശം 150ഓളം ദിവസങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ടിങ് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മലയാള സിനിമയിൽ ഇത്രയും ദിവസം ഒരു സിനിമ ഷൂട്ടിംഗ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ
വളരെയധികം വ്യത്യസ്തമാണ്. എന്നാൽ തീർച്ചയായിട്ടും ടർബോ എന്ന സിനിമ 100 കോടി ബോക്സ് ഓഫീസ് പ്രാവശ്യം എന്ന് തീർച്ചയായിട്ടും നേടാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ്.